സർവകലാശാല സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ല് ഉടൻ നിയമസഭയിൽ. മന്ത്രിസഭ അംഗീകരിച്ച ബില്ലിന്റെ കരട് മീഡിയ വണ്ണിന് ലഭിച്ചു. ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഭേദഗതി. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് സർവകലാശാല സിൻഡിക്കേറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. മന്ത്രിസഭായോഗം അംഗീകരിച്ച കരട് ബില്ലിന്റെ പകർപ്പാണ് മീഡിയ വണ്ണിന് ലഭിച്ചത്. സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ചട്ടത്തിൽ ഭേദഗതി വരുത്താനാണ് ബില്ല്. 4/3 സിൻഡിക്കേറ്റ് അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം യോഗം ചേരണമെന്നാണ് പുതിയ ഭേദഗതി. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കും. നാളെ ചേരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ബില്ല് അവതരണ തീയതി തീരുമാനിക്കും. കേരള സർവകലാശാലയിലടക്കം വിവിധ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ അധികാര തർക്കം ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ നേരിട്ട് അനുനയ നീക്കം നടത്തിയിട്ട് പോലും വഴങ്ങാൻ വൈസ് ചാൻസലർമാർ കൂട്ടാക്കിയിരുന്നില്ല. വൈസ് ചാൻസലർമാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നിലവിലെ ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് അനുമതിയില്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടാലും 2 മാസത്തിലൊരിക്കൽ യോഗം ചേർന്നാൽ മതിയെന്നാണ് ചട്ടം. ഇത് തടയാനാണ് ബില്ലിലൂടെ സർക്കാർ നീക്കം നടത്തുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നിയമസഭ ബില്ല് പാസാക്കിയാലും ഗവർണർ ബില്ലിൽ ഒപ്പിടുമോ എന്നതിലാണ് ആകാംക്ഷ. വിജിൻ വായാന്തോട്, മീഡിയ വൺ, തിരുവനന്തപുരം.